എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ SSLC മെയിൻ എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. CBA, FED, IHG, LKG. ഇതിൽ ഇങ്ങനെ വായിച്ചു നോക്കൂ, ABC അല്ലേ? അത് കഴിഞ്ഞ് DEF ഇങ്ങനെ എഴുതി, GHI ഇങ്ങനെ എഴുതി, JKL ഇങ്ങനെ എഴുതി. അപ്പൊ ഇനി എന്താ വരിക? M, അതിന് മുന്നേ N, പിന്നെ O, MNO. അതെങ്ങനെയാ? ONM എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വർഷത്തിൽ ഓഗസ്റ്റ് 24 ബുധനാണെങ്കിൽ ആ മാസത്തിൽ ആകെ എത്ര തിങ്കളാഴ്ചകൾ ഉണ്ട്? ഓഗസ്റ്റ് 24 ബുധൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 24 ബുധനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 23 എന്താവും? ചൊവ്വയാവും അല്ലെ? 22 എന്താവും? തിങ്കളാവും അല്ലെ? അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നത്തെ തിങ്കൾ എത്രയാ വരിക? 29 വരിക. കാരണം 7 കൂട്ടിയാലാണ്. 7 കുറച്ചാലും തിങ്കളാവും അല്ലെ? 15 തിങ്കളാവും. 7 കുറച്ചാൽ 8 തിങ്കളാവും. പിന്നെ 7 കുറച്ച് 1 തിങ്കളാവും. അപ്പൊ എത്ര തിങ്കളാഴ്ചയുണ്ട് നോക്കൂ? 2, 4, 5. 5 തിങ്കളാഴ്ചകളാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 45 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്ന ഒരാൾ 1 മിനിറ്റിൽ 5 മീറ്റർ മുകളിലേക്ക് കയറുകയും 3 മീറ്റർ താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്നു എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും? അപ്പൊ നോക്കൂ, 1 മിനിറ്റിൽ അയാള് സഞ്ചരിക്കണ ദൂരം എത്രയാണ്? അതായത് 5 മീറ്റർ മുകളിലേക്ക് കയറി, +5 എഴുതി. 3 മീറ്റർ താഴോട്ട് ഇറങ്ങി, അപ്പൊ -3 എഴുതി. അപ്പൊ നെറ്റ് എന്താണ് വരിക? +5ഉം -3ഉം കൂടി കൂട്ടിയാൽ 2 മീറ്റർ ആണ് അയാൾ കയറുക 1 മിനിറ്റിൽ. അപ്പൊ അങ്ങനെ 40 മീറ്റർ ഉയരം എത്താൻ എത്ര 2 മീറ്റർ വേണം? 20. അപ്പൊ 20 × 2 ആണ് 40 അല്ലെ? അപ്പൊ 20 മിനിറ്റില് അയാള് 40 മീറ്റർ ആണ് എത്തുക. ഇനി 40 മീറ്റർ കഴിഞ്ഞാൽ പിന്നത്തെ മിനിറ്റിൽ അയാൾ എത്രയിലെത്തും? 45 മീറ്ററിലെത്തും. കാരണം എന്താണ്? എപ്പോഴാണ് മുകളിൽ 45 മീറ്റർ ഉയരത്തിൽ എത്തുക എന്നാ ചോദിച്ചിരിക്കണുള്ളൂ. പിന്നെ താഴെയിട്ട് ഇറങ്ങുന്നുണ്ടോന്ന് അവര് ചോദിക്കുന്നില്ല. അപ്പൊ 40 കഴിഞ്ഞ് പിന്നത്തെ മിനിറ്റിൽ അയാള് എവിടേക്ക് എത്തും? 45 മീറ്ററിലെത്തും. അപ്പൊ നമുക്ക് 20 കഴിഞ്ഞ് 1 മിനിറ്റും കൂടി കൂട്ടിയ 21ാമത്തെ മിനിറ്റില് അയാൾ എവിടെ എത്തും? 45 മീറ്റർ ഉയരത്തിലെത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രമേശ് ഒരു സ്ഥലത്ത് നിന്ന് തെക്കോട്ട് 7 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം, ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് വരച്ചു വെക്കോ. ഇത് വടക്ക്, ഇത് തെക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സഞ്ചരിക്കണത്. തെക്കോട്ടാണ് സഞ്ചരിച്ചത് 7 കിലോമീറ്റർ. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞ 5 കിലോമീറ്റർ. അപ്പൊ ഇവിടെ 5 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ എന്ത് ചെയ്തു? വലതുവശത്തേക്ക് തിരിഞ്ഞ് 7 കിലോമീറ്റർ. അപ്പൊ ഇവിടെ എത്തി. ഇനി അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് എങ്ങടാണ്? 4 കിലോമീറ്റർ. അപ്പൊ ഇവിടെ എത്തി. അപ്പൊ ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരമാണ് അവര് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 5 കിലോമീറ്റർ ആണ് വെച്ചെങ്കിൽ ഇവിടെ 5 കിലോമീറ്റർ ആവും അല്ലെ? ഇവിടെ എത്ര കിലോമീറ്റർ ആണ്? 4 കിലോമീറ്ററും. അപ്പൊ 5ഉം 4ഉം കൂടി കൂട്ടി എത്രയാണ്? 9 കിലോമീറ്റർ. ഏത് ഡയറക്ഷൻ ആണ്? ഇത് പടിഞ്ഞാറാണ് അല്ലെ? അപ്പോ 9 കിലോമീറ്റർ പടിഞ്ഞാറ് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോക്കിലെ സമയം 12:45 ആണ്. ഒരു കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം 12 മണി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എത്രയെന്നാണ് മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞേ? 23:60 മൈനസ് ചെയ്യണം അല്ലെ? 12:45. അപ്പൊ ഏതാണ്? 5. ഇവിടെ എന്താ വരിക? 1. ഇവിടെ 1, 1. 11, 15 എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. 12 മണിക്ക് മുന്നേ ആണ് എങ്കിൽ നമ്മൾ എത്രയെന്ന് മൈനസ് ചെയ്താൽ മതി? 11:60 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് പ്രതിബിംബം കിട്ടും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് എക്സെട്ര പ്ലസ് 100 ഈക്വൽ ടു. ഇതെന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ് അല്ലെ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയാണ്. അതിന്റെ nth ടേം തന്നുണ്ട് അല്ലെ? 100. എ എന്താണ്? ആദ്യത്തെ പദം 51 ആണ്. nth ടേം തന്നിട്ടുണ്ട്. nth ടേം കാണാനുള്ള വാക്യം എന്താണ്? Tn ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ നമുക്ക് 51 മുതൽ 100 വരെ എത്ര ടേം ഉണ്ടെന്ന് നമുക്ക് കാണണം. n കണ്ടുപിടിക്കണം അല്ലെ? അതിനാണ് ഞാൻ പറഞ്ഞത് nth ടേം അവര് തന്നിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. എ നമുക്കറിയാം 51 ആണെന്ന്, പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഇവിടെ എത്രയാണ്? ഇതിന്റെ ഡിഫറൻസ് അല്ലെ? അത് എത്രയാണ്? 1. അപ്പൊ 100. ഇനി എന്താണ്? അപ്പൊ n ഈക്വൽ ടു എന്ത് വരും? 100 മൈനസ് 51 എത്രയാണ്? 49 പ്ലസ് 1 50. അപ്പൊ n എത്ര അംഗങ്ങളുണ്ട് ഇതില്? 50 അംഗങ്ങളുണ്ട്. അപ്പൊ നമുക്ക് SN കണ്ടുപിടിക്കണം അല്ലെ? SN കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? n/2 ഇൻറ്റു T1 പ്ലസ് TN അല്ലെ? T1 പ്ലസ് TN, അല്ലെങ്കിൽ നിങ്ങൾ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നുള്ളത് ചെയ്താലും മതി. n എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ 50/2 ഇൻറ്റു 51 പ്ലസ് 100 എത്രയാണ്? 151. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 151 ഇൻറ്റു 5 ആദ്യം ചെയ്യും. 5 5, 5 25, 2 7 /2 പിന്നെ ചെയ്യുക. അപ്പോഴാണ് വേഗത്തിൽ നമുക്ക് ആൻസർ കിട്ടുക. 3 2 6, 15 7 2 14, 15 7 2 14, 10 I 2 10. അപ്പോൾ 3775 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36 കുട്ടികളുടെയും ഒരു അധ്യാപകന്റെയും കൂടി ശരാശരി വയസ്സ് 15 ആണ്. ഇതിൽ നിന്നും അധ്യാപകന്റെ വയസ്സ് ഒഴിവാക്കിയപ്പോൾ ശരാശരി 1 കുറയുന്നു. അധ്യാപകന്റെ വയസ്സ് എത്ര? അപ്പൊ അധ്യാപകന്റെ വയസ്സ് കാണാനുള്ള എളുപ്പ വഴി എന്താണ്? ആദ്യം നമ്മൾ പുതിയ ശരാശരി എഴുതുക. അതായത് 14 അല്ലെ? 1 കുറയണു എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ 14 ആയി. പിന്നെ നമ്മൾ എന്താണ്? ശരാശരിയിലെ വ്യത്യാസം എത്രയാണ്? 1 ആണ്. ഇൻറ്റു എത്ര ആളുകൾ ആദ്യം ഉണ്ടായിരുന്നു? 37. ഇത് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 51. അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തോളൂ. എങ്ങനെയാണ്? ടോട്ടൽ കണ്ടുപിടിക്കുക. ആദ്യം ടോട്ടൽ എത്രയാണ്? 37 ഇൻറ്റു 15 വരും അല്ലെ? ടോട്ടൽ ഡിവൈഡഡ് ബൈ ആളുകളുടെ എണ്ണാണ് ശരാശരി. അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ 37 ആളുകളാവുമ്പോഴാണ് 15 കിട്ടിയത്. അപ്പൊ ടോട്ടൽ എന്ത് വരും? 37 ഇൻറ്റു 15. അപ്പൊ 37 ഇൻറ്റു 10 പ്ലസ് 5 ചെയ്യണം അല്ലെ? 370 പ്ലസ് 7 35, 3 5 15, 3 18, 5 8 7 15, 1 5 555. ഇനി ഒരാൾ കുറഞ്ഞ എത്രയാവും എന്ന് പറഞ്ഞ? 36 ആൾക്ക് 14 ആവും. അപ്പൊ ടോട്ടൽ എത്രയാവും? 36 ഇൻറ്റു 14, 36 ഇൻറ്റു 10 പ്ലസ് 4, അതായത് 360 പ്ലസ് 6 4 24, 2 3 4 12, 2 14. അപ്പൊ 4 6 4 10, 5 504. ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ആരുടെ കിട്ടും? അധ്യാപകന്റെ വയസ്സ് കിട്ടും. അപ്പൊ എത്രയാണെന്ന് നോക്കൂ? 51. പക്ഷെ ഇത്രയും വഴി എഴുതണേന് നമ്മൾ ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചാൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 20,000 രൂപ 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. എന്നാൽ 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും? പലരും നമ്മൾ എന്താണ് കൂട്ടുപലിശ കാണാനുള്ള വാക്യം P × 1 + R/100 n അത് വെച്ചിട്ടാണ് നമ്മൾ കാണുക. അല്ലാതെ നമുക്ക് വേഗത്തിൽ ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. 20,000 രൂപയ്ക്ക് ആദ്യത്തെ കൊല്ലം എത്ര ശതമാനം 10% വെച്ച് പലിശ കിട്ടും അല്ലെ? അപ്പൊ എത്ര രൂപയാണ് കിട്ടുക നോക്കൂ? 2000 രൂപ ആദ്യത്തെ കൊല്ലം കിട്ടും. പിന്നെ രണ്ടാമത്തെ കൊല്ലം ഈ 2000 രൂപ തന്നെ കിട്ടും. പിന്നെ കൂടുതലായിട്ട് കിട്ടുന്നത് എന്താണ്? ഈ 2000ത്തിന്റെ 10% കൂടിയും കിട്ടും അല്ലെ?
അപ്പൊ 200 രൂപയും കൂടിയും കിട്ടും. അപ്പോ 2000 ആദ്യത്തെ കൊല്ലം, പിന്നത്തെ കൊല്ലം 2000, പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ 200 കൂടിയും കിട്ടും. അപ്പൊ നമുക്ക് എത്രയായി? 4200 രൂപ ഏതിന്റെ കൂടെ? 20,000ത്തിന്റെ കൂടെ കിട്ടും. അപ്പൊ 24,200 രൂപ എന്നുള്ളതാണ് ആൻസർ. വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മള് മറ്റേ ഫോർമുല വെച്ച് ചെയ്യുകയാണ് വെച്ചെങ്കിൽ കൂടുതൽ സമയമെടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3, 6, 12, 24 എക്സെട്ര 384 എന്ന സംഖ്യാശ്രേണിയിൽ എത്ര സംഖ്യകളുണ്ട്? അതായത് nth ടേം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. nth ടേം എന്താണ്? tn ഈക്വൽ ടു AR⁻n-1 ആണ്. ഏതിന്റെ? ഇതൊരു GP ആണ്. കാരണം ഗുണിക്കണം. 3 × 2, 6 × 2, 12 × 2 അങ്ങനെയാണ് പോണത്. അപ്പൊ ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് അല്ലെ, സമഗുണിത പ്രോഗ്രഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താ വരും? 6 എന്ന് പറയുന്നത് എന്താണ് വന്നേ? 2 ആണ് വന്നേ അല്ലെ. A എന്ന് പറയുന്നത് ആദ്യത്തെ ടേം, A ഈക്വൽ ടു 3. അപ്പൊ നമുക്ക് ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 384 ആണ് അവസാനത്തത് അല്ലെ. 384 ആണ് nth ടേം. അപ്പൊ നമുക്ക് ഈ Aന് കൊടുക്കാം 3 × 6 2n-1 ഈക്വൽ ടു 384. അപ്പൊ 2n-1 എത്ര വരും? 384/3. അതെത്രയാണ്? 1 3 3, 2 3 6, n3 24, 128. 128നെ നമ്മള് ഫാക്ടറൈസ് ചെയ്താൽ എന്ത് വരും? 64, 2, അപ്പൊ എത്ര വരും? 32, പിന്നെയും 2 16, പിന്നെയും 2 8. 8 എന്ന് പറയുന്നത് 2 ക്യൂബ് അല്ലേ. 2 ക്യൂബ് ഇൻറ്റു ഇവിടെ എത്ര രണ്ടുകളുണ്ട് നോക്കൂ? 4. അപ്പൊ 2/7. അപ്പൊ 2/7 ആണ് ഈ 128. അപ്പൊ 2n-1ന് ഈക്വൽ ടു 2/7 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ രണ്ടും സെയിം ആണ്. അപ്പൊ ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. n-1 ഈക്വൽ ടു 7, n ഈക്വൽ ടു 7 + 1 8. ഏതാണ് ആൻസർ? 8 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന്റെ ചുറ്റളവ് 560 മീറ്റർ ആണ്. അതിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 4:3 ആയാൽ ഈ ചതുരാകൃതിയിലുള്ള പുരയിടത്തിന്റെ പരപ്പളവ് എത്ര? ചതുരാകൃതിയിലുള്ള പുരയിടത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × നീളം + വീതിയാണ് ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നീളം + വീതി 560 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ തന്നേക്കണേ? അംശബന്ധം തന്നിട്ടുണ്ട് 4 3 ആണ്, 4:3 ആണെന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു നീളം 4x-ഉം വീതി 3x-ഉം ആണെന്ന് വിചാരിച്ചു. അപ്പൊ നീളം + വീതി എന്ത് വരും? 7x അല്ലെ. 2 × 7x എന്ന് പറയുന്നത് 560. അപ്പൊ x എന്ത് വരും? 560/2 × 7. ഇവിടെ 80 പ്രാവശ്യം അല്ലെ. ഇവിടെ 2 40 പ്രാവശ്യം. അപ്പൊ x ഈക്വൽ ടു 40 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നീളം എത്രയാണ്? എത്രയായിട്ട് നമ്മൾ എടുത്തേ? 4x ആണ്. അപ്പൊ നീളം നമുക്ക് എന്ത് പറയാം? 160. 4 × 40 160 എന്ന് പറയാം. വീതി എന്താവും? 3x, അതായത് 3 × 40 120. അപ്പൊ ഇനി എന്താണ്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തീർണമാണ് കണ്ടത്. വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം ഇൻറ്റു വീതി. നീളം ഇൻറ്റു വീതി എങ്ങനെയാണ് കാണുക? ഇവിടെ 160 × 120. അപ്പൊ 2 0 എന്തായാലും വരും അല്ലെ. ഇനി 16 × 12 കാണാനുള്ള എളുപ്പവഴി എന്താണ്? 16 × 10 + 2 160 + 32 192. അതിന്റെ കൂടെ 2 0 കൂടി ചേർക്കണം. അപ്പൊ എന്താണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.